പ്രളയ ദുരിതത്തിലായ നാടിനെ പൂഞ്ഞാർ എംഎൽഎ തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്ന ആക്ഷേപം. വ്യാപാരികളും ജനങ്ങളും ദുരിതമനുഭവിക്കുമ്പോൾ എംഎൽഎ സെബാസ്റ്റ്യൻ എം.ജെ. വിദേശ പര്യടനത്തിലാണ്. തന്റെ ഫേസ്ബുക്ക് പേജിലും എംഎൽഎ യാതൊരു അറിയിപ്പും നൽകിയിട്ടില്ല. എംഎൽഎക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധമാണ്. അതേസമയം എംഎൽഎയെ ന്യായീകരിച്ച മന്ത്രി പി.കെ. ബഷീറും രംഗത്തെത്തിയിട്ടുണ്ട്. അതുണ്ടാവുമല്ലോ, മനുഷ്യന്മാരല്ലേ, ആരെ പെട്ടെന്ന് ദുരന്തം ഉണ്ടാവുന്നതിന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നാട്ടിൽ ഉരുൾപൊട്ടുണ്ടായിരുന്നു, അന്ന് ഞാൻ നാട്ടിലിനി ആ പിറ്റേന്താ വന്നത്. അതൊക്കെ അങ്ങനെ ഉണ്ടാവും, മനുഷ്യ സാഹചര്യം. സനോജ് കൂടി ചേരുന്നുണ്ട്. സനോജ്, ഇപ്പോൾ ഈ പൂഞ്ഞാർ എംഎൽഎക്കെതിരെയാണ് വലിയ രീതിയിലുള്ള ആരോപണം ഉയരുന്നത്. അതായത് ജനങ്ങളൊക്കെ ഈ പ്രളയത്തിന്റെ ഭാഗമായി ദുരിതം അനുഭവിക്കുമ്പോൾ എംഎൽഎ ഇപ്പോൾ ഈ വിദേശ പര്യടനത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി പോലും ഒരു തരത്തിലുള്ള ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു അറിയിപ്പോ ഉണ്ടായിട്ടില്ല എന്ന രീതിക്കുള്ള വലിയ രീതിയിലുള്ള ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. എന്താണ് വാസ്തവം? തീർച്ചയായിട്ടും അവന്തിക, നാട് പ്രളയ ദുരിതത്തിലാണ്, ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. പ്രത്യേകിച്ച് പൂഞ്ഞാർ മണ്ഡലത്തിലെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട പ്രദേശങ്ങൾ ഒന്നാകെ പ്രളയം കവർന്നെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പല വീടുകളിലും വെള്ളം കയറി വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നശിക്കുന്ന സാഹചര്യമുണ്ടായി. വ്യാപാരികൾക്ക് കോടികളുടെ നഷ്ടം. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി പരിധിയിൽ മാത്രം 300 കോടിയിൽ പരം രൂപയുടെ നഷ്ടമുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇക്കഴിഞ്ഞ 1-ാം തീയതി ഉണ്ടായ മിന്നൽ പ്രളയത്തിന് പിന്നാലെ പൂഞ്ഞാർ മേഖലയിലുണ്ടായ അതിശക്തമായ ഒന്നിലേറെ ഉരുൾപൊട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും അധികം ദുരന്തം ഈ പ്രളയം തീർത്തത്. അങ്ങനെ ദുരന്തം തീർത്ത മുനിസിപ്പാലിറ്റിയിൽ ആ പ്രദേശത്തെ ജനങ്ങൾ, പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ പ്രളയത്തിൽ നിന്നും കരകയറാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. സർക്കാർ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിപ്പെടുന്നില്ല എന്ന ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടയിലാണ് സ്ഥലം എംഎൽഎ കൂടിയായിട്ടുള്ള പൂഞ്ഞാർ എംഎൽഎ എം.ജെ. സെബാസ്റ്റ്യൻ വിദേശ പര്യടനത്തിന് പുറപ്പെട്ടത് എന്നുള്ളതാണ്. ഇദ്ദേഹം വിദേശ പര്യടനത്തിന് പുറപ്പെടുമ്പോൾ നാട് പ്രളയത്തിൻ്റെ രൂക്ഷതയിൽ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം, അല്ലെങ്കിൽ അത് കണ്ടിട്ടും ആളുകൾക്ക് സഹായം എത്തിക്കേണ്ട ഒരു എംഎൽഎ സ്ഥലത്ത് നിൽക്കാതെ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ നിലയിൽ എംഎൽഎമാർ എന്തെങ്കിലും ഔദ്യോഗിക പരിപാടികൾക്കായി വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുടെ ഭാഗമായി നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ താൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് തൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഇന്നയാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്പർ സഹിതം കുറിച്ചതിന് ശേഷമാണ് പലരും നാട് വിടുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ നിന്നും അടിയന്തര സാഹചര്യത്തിൽ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. എന്നാൽ ഈ എംഎൽഎ അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് നൽകാതെ നാട്ടിൽ നിന്നും കടന്നു കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നാട്ടിലെ ആളുകൾ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴാണ് എംഎൽഎ സ്ഥലത്തില്ലാത്തത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും എംഎൽഎക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് പേരിന് ഇന്നലെ പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ ഈരാറ്റുപേട്ടയിൽ സ്ഥലം സന്ദർശിക്കാൻ എത്തിയത്. ആ സ്ഥലം സന്ദർശിക്കാൻ എത്തിയ വേളയിൽ മാധ്യമപ്രവർത്തകർ പി.കെ. ബഷീറിനോട് സ്ഥലത്ത് എംഎൽഎ ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പരിഹാസം നിറഞ്ഞ മറുപടിയാണ് നൽകിയത് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒരു നാട് പ്രളയത്തിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് ആ നാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ട സ്ഥലം എംഎൽഎ ഈ നാട്ടിലില്ലാത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവന്തിക.